എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കറുവത്തുങ്കായ വെച്ചൊരു അച്ചാറുണ്ടാക്കുന്നത്. അച്ചാർ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ. നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്ത് വരാം. ക്ലീൻ ചെയ്ത് അരിഞ്ഞ് എടുത്ത് വേണം. കുറച്ചുകൂടി വെളുപ്പാവാം, ഭയങ്കര ചെറുതായത്. ചെറുതായിട്ട് അരിഞ്ഞ വേഗം ഇതൊക്കെ പിടിക്കണോ. കുറച്ചുകൂടി വലുപ്പത്തിലൊക്കെ അരിയൊക്കെ ചെയ്യാം. ഇതങ്ങനെ വലുപ്പത്തിൽ കാണുന്നില്ല. നല്ല ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി പോകുന്നുണ്ട്. ഒരു 1/2 കിലോ ഇത്ര എടുത്തിട്ടുള്ളൂ, മുഴുവൻ എടുത്തിട്ടൊന്നുമില്ല. കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിയുക, ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരിയുക. അങ്ങനെ നമുക്ക് ഇഷ്ടത്താൽ അതനുസരിച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഇങ്ങനെ അരിഞ്ഞത് അച്ചാറാണ്, കറുവത്തുങ്കായ അച്ചാർ, ഓമക്കായ അച്ചാർ. ഇരിക്കട്ടെ. അടുപ്പ് ചട്ടി വെച്ചൊന്നു, എണ്ണ വെച്ചൊന്നു. ആദ്യം കടുകിടാം. കടുകിട്ട് കൊടുക്കാം. എണ്ണ വെച്ചു, ചൂടാവും. ചൂടാവട്ടെ. നല്ലെണ്ണ വെച്ചത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുകിടാം. കടുകിട്ട് കൊടുക്കുന്നു. പോട്ടെ. എന്തൊക്കെ ഇരുന്ന് നമുക്ക് ലൈനായിട്ട് നോക്കാം. നമ്മൾ ഉണക്കമുളക് ചുരുക്കയിൽ വിനീഗറിൽ തിളപ്പിച്ച് വെച്ചാണ്. വിനീഗർ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ച് അരച്ച് വെച്ച ഉണക്കമുളകാണ്. ഇതാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു സ്പൂൺ ആവശ്യത്തിന്. ഇത് നമ്മുടെ സ്വന്തം ഇതിൻ്റെ എല്ലാമായ മറിമായം. അപ്പം നമുക്ക് എന്താക്കി നോക്കാം. കടുക്, ഉലുവ, കുറച്ച് കായം, കട്ടക്കായം കൂടി ചേർന്ന് 3 സമപങ്കെടുത്ത് വറുത്ത് പൊടിച്ചാണ്. കായം, ഉലുവ, കടുക് പൊടിക്കണം. കടുക് പൊട്ടി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഒത്തിരി അരി വെച്ചാൽ ചെറുതായിട്ട് വെളുത്തുള്ളി. രണ്ടോ ഒന്നാവട്ടെ. ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചി വേണമെങ്കിൽ ഇടാം, ഇഞ്ചി ഇട്ടിട്ടില്ല. കൂടെ തന്നെ ഒരു 100 ഗ്രാം എണ്ണ, 100-150 എണ്ണ വെച്ചിട്ട് എണ്ണ അധികം ഒഴിക്കണം. കുറച്ച് പച്ചമുളക് ഒരു 2-3 അരിഞ്ഞാണ് കൊടുക്കുക. നല്ല ആവട്ടെ. പിന്നെ മണക്കൊന്ന് പച്ചമുളകൊന്ന് പോട്ടെ. ഓമക്കായ അച്ചാർ, കറുവത്തുങ്കായ, ഓമക്കായ കുറേ പേരുണ്ട്. എന്നാൽ കറി വെച്ചില്ല. കറി ഇട്ടിട്ടുണ്ട്. മോര് കറി കാണണം. ഒന്നാവട്ടെ. നമ്മുടെ കറുവപ്പില്ല നല്ല കളർഫുള്ളായ കറുവപ്പില്ല.
വിനീഗറും വെള്ളം കൂടി അതിലും കൂടി തിളപ്പിച്ച് വേവിച്ച് ഉണക്കമുളക് അരച്ചതാണ്. അതോ അരച്ചതാണ്. ഇതൊക്കെ ഇടില്ല, കുറച്ചേ ഉള്ളൂ. എടുത്ത് വയ്ക്കും ബാക്കി. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അനുസരിച്ച് നമ്മുടെ പച്ചമണൊക്കെ പോയി കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ കടുകും വെളുത്തുള്ളിയുടെ ഒക്കെ ഇഞ്ചി ഇട്ടില്ലേ, വേണമെങ്കിൽ ഇഞ്ചി ഇടാം. എല്ലാവരും കറുവത്തങ്കായ അച്ചാറൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ കാണിക്കുകയാണ്. ഓരോന്നും ഓരോരോ മാതിരി ഉണ്ടാക്കുക. അതിൻ്റെ വീഡിയോ ഫുള്ളും കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പൊടി കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം. കൂടെ നമുക്ക് നമ്മുടെ ആണ് കറുവത്തങ്കായ, അതിൻ്റെ ഓമക്കായ ഇട്ട് കൊടുക്കാം. സിമ്മിലിടാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിടണം, ഉപ്പ് പാകത്തിന് ഉപ്പ് കൊടുക്കാം. നമ്മൾ കൊടുക്കാനോ കുറച്ച് കമ്മിയായിട്ട് ഉപ്പിട്ടാൽ മതി. ഒരുപാട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ചാറുണ്ടാക്കി നമ്മളെ കഴിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വേറൊന്നും വരില്ല, ഒന്നും ആവില്ല. നമ്മുടെ മുളക് ഇടുന്നുണ്ട്. 2-3 സ്പൂൺ ഇടാം. ഉണക്കമുളക് അരച്ചത് മതി, എരിവുണ്ടാവും. ജാറ് കഴുകിയ വെള്ളമാണ്, തിളപ്പിച്ചരച്ച വെള്ളമാണ് കേട്ടോ. ജാറ് കഴുകി തിളപ്പിച്ചരച്ച വെള്ളമാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. നമ്മുടെ ഗ്ലാമറായ കളർഫുള്ളായ അപാര ടേസ്റ്റായ കറുവത്തങ്കായ അച്ചാർ ഞാൻ കൂടി ഒഴിക്കാണ്ട് എടുത്തുതരാം. സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്, ചെറിയ കപ്പിൽ മതി. നോക്കാം, വളരെ നോക്കാം, ഉപ്പ് നോക്കാം. നല്ല തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഇതാ, നമ്മുടെ കടുകും ഉലുവയും കായും ഇട്ട് കൊടുക്കാം.
ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത്തിരി ചാറ് വേണം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒഴിച്ചത്. ചാറ് വേണ്ടെങ്കിൽ ചുരുക്കി വെള്ളമൊക്കെ കുറച്ച് കമ്മിയാക്കാം. കുറച്ച് ചാറുമാരി വേണം പറഞ്ഞിട്ടാണ് ഒഴിച്ചത്. പിന്നെ വെള്ളം പോലെ വിചാരിക്കണ്ട, നമ്മളാണ് കൂട്ടുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ച് കമ്മിയാക്കാം. നമ്മുടെ പൊടിയിരുന്നു തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ അച്ചാർ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നല്ല തിളച്ചിട്ട് ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഗ്രേവി വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് കമ്മി വയ്ക്കാൻ മതി. വെള്ളമൊന്നും ഒഴിക്കരുത്. അത് മാത്രം ഒഴിച്ചാൽ മതി, ചുരുക്ക മാത്രം ഒഴിച്ചാൽ മതി. മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ തോനെ കൂട്ടാം. അത്രേ കൂട്ടിയിട്ടുള്ളൂ. എൻ്റെ അളവതാണ്. ഉപ്പ് കുറച്ച് ഇടണം, ഉപ്പ്. തിളക്കട്ടെ. ഇതിൻ്റെ വീഡിയോ ഫുള്ളും കാണണം. ഇത് ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നമ്മുടെ പൊടിയിട്ട് കൊടുക്കാം. ഉലുവയും കടുകും കായം കൂടി പൊടിച്ചത്. ഒന്നും ഇടാണ്ട് കുറച്ചുകൂടി മറന്നുപോയി. കുറച്ച് അച്ചാർ പൊടി ഇടുന്നുണ്ട്. അച്ചാർ പൊടി പൊട്ടിക്കിട്ടില്ല. കുറച്ച് അച്ചാർ പൊടി ഇടുന്നുണ്ട്. അത്ര ഇടുന്നുള്ളൂ. നമ്മുടെ അച്ചാർ സെറ്റായി. ഇത്രേ പണിയുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് ഒരുപാട് ദിവസം വയ്ക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറ് കൊണ്ടുപോകാൻ, വീട്ടിൽ കഴിക്കാൻ, കഞ്ഞിക്കും ചോറിനും എല്ലാം വീട്ടിൽ കഴിക്കാൻ പറ്റും. നമ്മുടെ കുറച്ച് ഇറങ്ങുള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. അച്ചാർ പൊടി ഉണ്ടാവുമല്ലോ, അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട്, അതിന് കുറച്ചുണ്ടാവും. നമ്മൾ കറുവത്തുങ്കായ അച്ചാർ തയ്യാർ. ലാസ്റ്റ് ഒരു സ്പൂണ് ഷുഗർ ഇടുന്നുണ്ട്. ഒരു സ്പൂൺ ഷുഗർ. സെറ്റായില്ലേ? ഉണ്ടോ? നമ്മുടെ കറുവത്തുങ്കായ അച്ചാർ. ഇടയ്ക്ക് വീഡിയോ നോക്കണമെങ്കിൽ കട്ടായി നിൽക്കുക അറിയുന്നത്. അത്ര പണിയിട്ടു, പെട്ടെന്നാവും. വളരെ ടേസ്റ്റാണ്. ടേസ്റ്റ് മണമുള്ളൊരു അച്ചാർ റെഡിയായി. അപ്പോൾ സിമ്പിളാണ്. വെള്ളം പാകമായി. നമുക്ക് ആഫാക്കാം. സെറ്റായി. അപ്പോൾ ഉണ്ടാക്കാതൊക്കെ ഉണ്ടാക്കി നോക്കണം. ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോഴേ ടേസ്റ്റ് അറിയുള്ളൂ. ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. അച്ചാർ
സാമ്പാർ പൊടിയൊക്കെ ഞാൻ സെയിൽസിയുണ്ട്. പറയട്ടെ, എല്ലാവരും അച്ചാറൊക്കെ തമ്മിൽ ഉണ്ടായി കഴിക്കണം. നമ്മുടെ കറുവത്തുങ്കായ അച്ചാർ, ഓമക്കായ 2 പേരാണ്. എനിക്ക് വേറെ പേരിനെ പറഞ്ഞു തരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.